കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹാലലൂയ പറഞ്ഞാട്ടെ. ഹാലലൂയ. വീണ്ടും ഒരു പകൽക്കാലം കൂടി നമുക്ക് ഒരുമിച്ച് ദിവസം ആയിരിക്കാൻ ദൈവം നൽകി നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഹാലലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഒരു പകൽക്കാലം കൂടി ഞങ്ങൾ കാണുവാൻ, വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ, ആ നല്ല കർത്താവിനെ വീണ്ടും സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി തന്ന നല്ല കർത്താവിനെ എല്ലാവരും ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ചാട്ടെ. വീണ്ടും ഒരു ദിവസം കൂടി, ഒരു പ്രഭാതം കൂടി, ഒരു ഉച്ച സമയം കഴിഞ്ഞ കൂടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ല കർത്താവിനെ അറിയുവാൻ, നമ്മെ സ്നേഹിക്കുന്ന അപ്പൻ്റെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഒരിക്കൽ ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകലിലും നമ്മൾ എല്ലാവരും ഹാളിലേക്ക് കൂട്ടി വരുത്തിയ നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ഹാളിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് നടക്കുന്ന കൂട്ടായ്മയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 20-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 20-ാം വാക്യം. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. നമുക്കെല്ലാവർക്കും കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തല ഒരു നിമിഷം വണക്കാം. നന്ദി യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വാഗ്ദത്തത്തിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ വാക്ക് പാർത്തവനെ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, അവൻ കർത്താവേ സകലവും വിട്ട് കർത്താവേ അങ്ങയുടെ കൂടെ ചേർന്നപ്പോൾ കർത്താവേ ആ ശിഷ്യന്മാർ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ, അവൻ കർത്താവേ അങ്ങയുടെ ആ ശിഷ്യന്മാരിലെ കൂടെ കർത്താവേ ആ നാമം ഉയർത്തപ്പെട്ടുവെങ്കിൽ കർത്താവേ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം, അവൻ കർത്താവേ ഞങ്ങളെ താഴ്ത്തേണ്ടതിന് താഴ്ത്തുവാൻ തക്കവണ്ണം, അവൻ കർത്താവേ ഞങ്ങളുടെ കുറവുകളിലുള്ളതിനെ കുറവുകളെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം, അവൻ കർത്താവ് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു. ഈ കേൾപ്പിച്ച വചനപ്രകാരം തന്നെ കർത്താവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനപ്രകാരം തന്നെ കർത്താവേ ഞങ്ങളെ നടത്തണമേ കർത്താവേ. അടിയനും തിരികെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്തിൽ നിന്ന് ആഴമായി സംസാരിപ്പിക്കാൻ അടിയനെയും ബലപ്പെടുത്തണമേ. പ്രിയജനത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കതൊരു സന്തോഷമില്ലാത്ത സന്തോഷം കരങ്ങൾ ഉയർത്തി ഒന്ന് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 20-ാം വാക്യം. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് അതിനെ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നു. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര, അല്ലെങ്കിൽ നമ്മൾ യേശുവിനോട് കൂടെ നമുക്കിന്നൊരു യാത്ര ചെയ്ത് നോക്കാം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് എങ്ങനെ യേശുവിനൊപ്പം യാത്ര ചെയ്യാം. ഹല്ലേലൂയ. നമുക്കെല്ലാം യേശുവിനെ ഇഷ്ടമാണ്, നമ്മൾക്ക് യേശുവിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമാണ്, അനുഗ്രഹങ്ങൾ ഇഷ്ടമാണ്, പ്രാപിക്കുവാൻ ഇഷ്ടമാണ്. പക്ഷേ അതിനൊക്കെ നമുക്കൊരു യാത്ര വേണം. ഹല്ലേലൂയ. നമ്മൾ യേശുവിനൊപ്പം നടക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർ നമ്മുടെ യേശുവിനൊപ്പം നടക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, എനിക്കിന്ന് എൻ്റെ യേശുവിനൊപ്പം നടക്കണം. എൻ്റെ യേശു ഇന്ന് ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ, എൻ്റെ യേശു ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, യേശു എൻ്റെ മുന്നിൽ നിന്നുണ്ട്. ഹല്ലേലൂയ. യേശു ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്ന് തിരിച്ചറിയുന്നവർ ആ അപ്പനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആ യേശുവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഹല്ലേലൂയ ഒന്ന് അനുസരണം ആവശ്യമാണ്. ഹല്ലേലൂയ. അതെ, നമ്മൾ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം ഇങ്ങനെ വായിക്കുമ്പോൾ, അതിന് 1 തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ, അവിടെ യേശു ഒരു പുരുഷാരത്തെയും അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയും കൊണ്ട് ആ തടാകത്തിൻ്റെ കരയിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കേട്ട് വളരെ സുപരിചിതമായ ഭാഗം. ഹല്ലേലൂയ. വല നിറച്ച അനുഭവം. നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാകും, വല നിറച്ച അനുഭവം. ഒന്നുമില്ലാതെ അല്ലെങ്കിൽ രാത്രി മുഴുവനും അധ്വാനിച്ച് നിരാശയോടെ വന്നിരുന്ന് വല കഴുകി വളരെ സങ്കടത്തോടെ അതിനെ മടക്കി വച്ചിരുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പടകിനടുത്തേക്ക് യേശു കടന്നു വരുന്നു. ഹല്ലേലൂയ. ഒരു കൂട്ടം പിന്നാലെയുണ്ട്, ഒരു കൂട്ടം പിന്നാലെ കടന്നു വരിക. ഹല്ലേലൂയ. പടക് നീക്കുവാൻ ശീമോൻ പത്രോസിനോട് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ശീമോൻ പത്രോസിനോട് പടക് നീക്കുവാൻ പറയുന്നു. പടക് നീക്കുവാൻ പറഞ്ഞപ്പോൾ അവനെ വല വിട്ടേച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ അത് അനുസരണത്തോടെ ആ പടക് നീക്കിയത്. ഹല്ലേലൂയ. അവിടെ ഒരു അനുസരണം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അത് യേശുവിനെ അനുസരിക്കൂലേ? യേശു ഒരു പുരുഷാരത്തെ കൊണ്ട് കടന്നു വരുമ്പോൾ ആ പടകൊന്ന് അല്പം കടലിലേക്ക് നീക്കുവാൻ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് നീക്കുവാൻ യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ അനുസരണത്തോടെ
ആ പത്രോസ് അനുസരിച്ചുകൊണ്ട് ആ പടക് കടലിലേക്ക് നീക്കുന്നു. ആ പടകിൽ കയറി നിന്ന് യേശു പുരുഷാരത്തെ ഉപദേശിച്ചു കൊണ്ടേ ഇരുന്നു. ഹല്ലേലൂയ. അതെ, പുരുഷാരത്തിന് വേണ്ടത്, അല്ലെങ്കിൽ തൻ്റെ പിന്നാലെ കടന്നു വന്നവർക്ക് വേണ്ടത് യേശു സംസാരിച്ചു കൊണ്ട് ഇരുന്നു. ഹല്ലേലൂയ. നമ്മളും ഇന്ന് പലരും അങ്ങനെ ആയിരിക്കും. എനിക്കിന്ന് വേണ്ടത് എനിക്ക് ലഭിക്കണം, അങ്ങനെയല്ലാത്ത ആരും ഇതിനകത്തായിരിക്കുകയില്ല. ഹല്ലേലൂയ. എനിക്ക് വേണ്ടത്, ആമേൻ യേശുവേ, ഞാൻ ആലയത്തിനകത്തേക്ക് കടന്നു പോകുമ്പോൾ, ഞാൻ ആരാധനയ്ക്കകത്ത് ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടത് എനിക്കിന്ന് ലഭിക്കണം, എനിക്ക് കേൾക്കേണ്ടത് എനിക്കിന്ന് കേൾക്കണം, എനിക്ക് വേണ്ട ആശ്വാസം എനിക്ക് ലഭിക്കണം, എനിക്ക് വേണ്ട ശുശ്രൂഷ എനിക്ക് ലഭിക്കണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടത്, അത് ഒരു പുരുഷാരം വന്ന് നിൽക്കുന്നു, അവരെ യേശു ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആ നിന്നയായിരിക്കുന്ന, അല്ലെങ്കിൽ നഷ്ടമായി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് തളർന്നു വന്നിരിക്കുന്ന ആ ശീമോൻ പത്രോസിനോട് വീണ്ടും യേശുവിൻ്റെ ഒരു വാക്കുണ്ട്, നീ ആഴത്തിലേക്ക് നീക്കി ഒന്ന് വലയിറക്കുവിൻ. അവിടെ വേണമെങ്കിൽ ഒരു പക്ഷേ ശീമോന് പറയുമായിരുന്നു, എനിക്ക് വയ്യ, ഇനി ഈ പകലൊന്നും കിട്ടത്തില്ല, ഈ പകല് മുഴുവൻ അധ്വാനിച്ചാലും ഈ രാത്രിയെ പോലെ ആകാം എന്ന് പറഞ്ഞു വാഗ്വാദം പറയാതെ, യേശുവേ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു എങ്കിലും, ഹല്ലേലൂയ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട്, എങ്കിലും യേശുവേ നിന്റെ വാക്ക് കേട്ട്, ഹല്ലേലൂയ, അതൊരു ദൂത. ഇന്ന് ചിലർ ഒരു വാക്ക് കേൾക്കാൻ പോകുക. യേശുവിൻ്റെ ഒരു വാക്ക്, യേശുവെ പറയുന്ന ഒരു വാക്ക്, നിന്നെ മുൻപോട്ട് നയിക്കുന്ന ഒരു വാക്ക്, നിന്നെ ഒരു നടത്തുന്ന ഒരു വാക്ക്. ഓ റതലമൗടക്ഷാര, യേശുവേ, ഹല്ലേലൂയ, ആ ഒരു വാക്ക് കേട്ട്, ഹല്ലേലൂയ, യേശുവേ നിന്റെ വാക്ക് കേട്ട് ഞാൻ വല ഇറക്കാം. ഹല്ലേലൂയ. ഒരു അനുസരണമാ, ഒരു അനുസരണമാ. ഹല്ലേലൂയ. യേശുവിൻ്റെ വാക്ക് കേട്ട് വല ഇറക്കിയപ്പോൾ, ഹല്ലേലൂയ, ചുമ്മാ ഒഴിഞ്ഞിട്ട് കടന്നു വന്നതാ, ഒഴിഞ്ഞ അനുഭവത്തോടെ കടന്നു വന്നതാ, നിരാശയോടെ വന്നിരുന്നതാ. ആ വാക്ക് കേട്ടപ്പോൾ, അനുസരിച്ചപ്പോൾ, നിരാശയെ നീക്കി, ഓ ആ വള്ളം നിറച്ച്, ഹല്ലേലൂയ, വചനം പറയുന്നു, പടകിലുണ്ടവർക്ക് വലിച്ചു കയറ്റുവാൻ പറ്റാതെ അടുത്തുകൂടി പോയവരെ കൂടെ വിളിച്ച്. ഹല്ലേലൂയ. പത്രോസ് മാത്രമല്ല വലിച്ചേ, ശിമോൻ പത്രോസ് മാത്രമാണ് വലിച്ചേ, അല്ല, വചനം പറയുന്നു പടകുകൾ കൂടി, അടുത്ത പടകുകളിൽ കൂടി ഉണ്ടായിരുന്നവർ കൂടി വന്ന് വലിച്ചു. അപ്പൊ എന്തുമാത്രം നിറച്ചിട്ടുണ്ട്. അനുസരണമാ. നമ്മുടെ ഇല്ലായ്മയെ നോക്കി പറ, യേശുവേ ഇന്ന് ആ വാക്ക് കേട്ട് ഞാൻ അനുസരിക്കാൻ പോകുകയാ. യേശുവേ ഇന്ന് ഞാൻ എന്നെ തന്നെ ഓ പ്രതലഭവിഷ്യസി. ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു സമർപ്പണം. ഹല്ലേലൂയ. നിറച്ചപ്പോൾ പത്രോസ് വന്ന് ആ യേശുവിൻ്റെ മുൻപിൽ നിന്ന് പറയുക, നിന്റെ മുൻപിൽ നിൽക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല, എൻ്റെ മുൻപിൽ നിന്ന്, ഹല്ലേലൂയ, താഴ്മയാ, താഴ്ത്തുകയാ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. മാനസാന്തരമാ, ഉള്ളിൽ നിന്ന് വന്നതാ. അത്രയും നേരം ഉപദേശിച്ചുകൊണ്ട് വല നിറച്ച് യേശുവിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന്, ഹല്ലേലൂയ, നിന്റെ മുൻപിൽ നിൽക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. നമ്മളൊന്ന് ഏറ്റു പറഞ്ഞാട്ടെ, യേശുവേ അങ്ങയുടെ മുൻപിൽ നിൽക്കുവാനോ ആ നാമം ഏറ്റു പറയുവാൻ പോലും എനിക്ക് ഒരു യോഗ്യതയുമില്ല കർത്താവേ. ഈ പാപമായ ലോകത്തിൽ പാപത്തിനൊത്ത് ജീവിക്കുന്ന ഒരു പാപിയായ ഒരു മനുഷ്യനാണെന്ന് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. സമർപ്പിച്ചപ്പോൾ നീ എൻ്റെ പിന്നാലെ വന്നോ എന്ന് യേശു വിളിക്കുക. ഹല്ലേലൂയ. സകലവും വിട്ട് നീ എൻ്റെ പിന്നാലെ വന്നോ എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന, അന്ന് അവർ അധ്വാനിച്ചു കൊണ്ടിരുന്ന, അന്ന് വരെ അവരുടെ ജീവിതമാർഗമായിരുന്ന വള്ളവും പടകും, ഹല്ലേലൂയ, വലയും, ഹല്ലേലൂയ, സകലവും, ഹല്ലേലൂയ, ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ സമർപ്പണത്തോടെ, ഡെഡിക്കേഷനോടെ, ഹല്ലേലൂയ, അവിടെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അവിടെ ഒരു അനുസരണമുണ്ട്. ഹല്ലേലൂയ. ആ ഡെഡിക്കേഷനോടെ, ആ അനുസരണത്തോടു കൂടി യേശുവിൻ്റെ പിന്നാലെ, ഹല്ലേലൂയ, അവർ കടന്നു പോകുക. ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. സഹോദരങ്ങളെയും കൂട്ടിച്ചേർക്കുവാൻ അവർക്കൊപ്പമുണ്ടായിരുന്ന്, അവൻ്റെ ഒപ്പം നിന്നിരുന്ന ആ സഹോദരങ്ങളെയും കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ. നമ്മൾ ചില ഒറ്റയ്ക്കായിരിക്കാം കരയുന്നേ,
നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം നിലവിളിക്കുന്നേ. നീ ഒന്നൊന്ന് വിട്ടുകൊടുത്ത് പറഞ്ഞേ, എനിക്കിന്ന് യേശുവിൻ്റെ പിന്നാലെ നടക്കണം, എനിക്കിന്ന് യേശുവിൻ്റെ കൂടെ നടക്കണം. നീ ഒറ്റയ്ക്ക് നടക്കുവാൻ ഇറങ്ങുമ്പോൾ നിന്റെ ഒപ്പം നടക്കുവാൻ വേണ്ടി, നിന്റെ ഒപ്പം കൂട്ടത്തിൽ ചേർക്കുവാൻ വേണ്ടി, നിന്റെ ഒപ്പമുള്ളവരെയും ഹല്ലേലൂയ വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റയ്ക്ക് നീ തയ്യാറായതാ. ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ടി വരത്തില്ല. നിനക്കൊപ്പമുള്ളവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഒപ്പമുള്ളവരെ കൂട്ടിച്ചേർത്ത് ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നിന്നെ അവൻ ഹല്ലേലൂയ ഇന്നവൻ ബലപ്പെടുത്തുവാൻ പോകുകയാ. പിന്നാലെ നടന്നത്, പിന്നാലെ നടക്കുന്നവന് പിന്നെ അനുഗ്രഹമാ. പിന്നാലെ നടന്നവൻ്റെ വാക്കുകൾ പിന്നെ ജനം കേൾക്കും. ഹല്ലേലൂയ. ലോകം കേൾക്കും, ചുറ്റുമുള്ളവർ കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വരെ ആരെന്ത് പറഞ്ഞാലും ഇപ്പോഴൊന്നും ആരും ഒന്നും കേൾക്കത്തില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തിനാ പറയുന്നതെന്ന് ചിലപ്പോൾ ഒരു പക്ഷെ നിന്ദിച്ചേക്കാം. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇത് ഏറ്റെടുക്കാതിരുന്നേക്കാം, പരിഹസിച്ചേക്കാം. ഹല്ലേലൂയ. ചിന്തിക്കണേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ ശീമോൻ പത്രോസ് ഹല്ലേലൂയ ഒരു സഭയ്ക്കകത്ത് കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ അത്രയും നാളും ഹല്ലേലൂയ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ, അതിന് 3-ാം അധ്യായം 1 മുതൽ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭം മുതലാ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അവൻ ഇന്ന് വരെ നടന്നിട്ടില്ല. മുടന്തി നടക്കുന്നവൻ ഒരുത്തനെ, അല്ലെങ്കിൽ അവൻ ഇഴഞ്ഞു നടക്കുന്നവനെ ചിലർ ചുമന്ന് കൊണ്ടുവന്ന് ആ ദൈവാലയത്തിന്റെ മുൻപിൽ ഭിക്ഷയ്ക്കായി ഹല്ലേലൂയ ഇരുത്തുക. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ആ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവൻ അടുത്തോടെ ആ പത്രോസും യോഹന്നാനും കടന്നു വരുമ്പോൾ അവന്റെ മുൻപിൽ ഇരുന്ന്, നമ്മളറിയാം ഭിക്ഷക്കാരെങ്ങനെ യാചിക്കണേ, എനിക്ക് വല്ലതും കഴിക്കാൻ തരണേ, അല്ലെങ്കിൽ എന്തെങ്കിലും തരണേ എന്ന യാചനയോടെ ആ ഭിക്ഷയ്ക്കിരിക്കുന്ന വ്യക്തി യാചിച്ചപ്പോൾ പത്രോസ് പറയുക, എൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നും തരുവാനില്ല, എനിക്ക് തരുവാനുള്ളത് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഒരു നാമമാ നിനക്ക് തരുവാനുള്ളത്. ഓ റദല ഭൗഷസി. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കൊടുക്കുവാൻ വെള്ളിയും പൊന്നൊന്നുമില്ല, പക്ഷേ നിന്റെ നാവിന്മേൽ അധികാരമുള്ള യേശുവിന്റെ നാമം, നസ്രനായ യേശുവിന്റെ നാമം. ഓ റദല ഭൗഷസി ഹല്ലേലൂയ. ആ നാമത്തിൽ ചിലതിനോട് നീ കൽപ്പിക്കുമ്പോൾ, ചിലതിനോട് നീങ്ങുവാൻ പറയുമ്പോൾ, രോഗത്തെ നോക്കി നീ ആ യേശുവിന്റെ നാമത്തിലൊന്ന് കൽപ്പിച്ചാൽ ആ രോഗം മാറിപ്പോവും. യേശു തന്നെ പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, അല്പവിശ്വാസിയെ നീ എൻ്റെ നാമത്തിൽ ആ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ, ചുമ്മായല്ല, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് നീങ്ങിപ്പോകും. അങ്ങനെയെങ്കിൽ നിന്റെ നാവിന്മേലിരിക്കുന്ന അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നീ കൽപ്പിക്കുമ്പോൾ ചില രോഗങ്ങൾ അഴിഞ്ഞു മാറും. ബന്ധനത്തിലായിരിക്കും തലമുറകൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയതാ, നീ ഒറ്റയ്ക്കായിരിക്കും ഇറങ്ങുന്നേ. നിന്റെ ഒപ്പം നിൽക്കുവാൻ തക്കവണ്ണം ഒരു കൂട്ടത്തെ ആ നാമത്തിനൊപ്പം അവൻ ചേർത്തുകൊണ്ട് ഇരിക്കും. ഒറ്റയ്ക്കായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ ശുശ്രൂഷകയും നമ്മുടെ സഭയുടെ തുടക്കത്തിൽ ഒറ്റയ്ക്കിരുന്ന്, സഭയ്ക്കകത്ത് ആരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഒറ്റപ്പെട്ടതിനെ നിറച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചതിനകത്ത് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ, നീ വിശ്വസിച്ചോ, സഭയ്ക്കകത്ത് പ്രവർത്തിച്ച ദൈവം നിന്റെ ഭവനത്തിനകത്തും നിന്റെ ഒറ്റയ്ക്കിരുന്ന് വിളിക്കുന്നതിനകത്തും വർധനവുണ്ടാക്കും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഒറ്റയ്ക്കായിരിക്കാം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നീ താഴ്ത്തുമ്പോൾ സഭയ്ക്കകത്ത് പ്രവർത്തിച്ചവൻ, ഹല്ലേലൂയ, നിന്നെ നടത്തുന്നവൻ നിന്റെ ഭവനത്തിനകത്തുള്ളവരെയും
ഹല്ലേലൂയ. അതവിടെ ഒരു കൽപ്പന കാണുവാൻ സാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ആ ഭൗഷസി, ആ മുടന്തി വന്നവൻ, ഹല്ലേലൂയ, 4 പേർ ചുമന്നു കൊണ്ടുവന്നവൻ, ഹല്ലേലൂയ, എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. അതെ, അത്രത്തോളം ശക്തമായ നാമ നിന്റെ നാവിന്മേലിരിക്കുന്നേ. അധികാരമുള്ള നാമമാ. സകല ലോകത്തെയും ഒരു വാക്കാൽ ചമച്ച നാമമാ. ഒറ്റ വാക്ക് കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒരു വാക്ക് കൊണ്ടാ ഇന്ന് നീ കാണുന്ന ഭൂമിയും, ഇന്ന് നീ കാണുന്ന സൂര്യനും, ഇന്ന് നീ കാണുന്ന ചന്ദ്രനും, സകല ചരാചരങ്ങളെയും നക്ഷത്രങ്ങളെയും വാക്കുകൾ കൊണ്ട് ചമച്ചവന് അതേ വാക്ക് കൊണ്ട് തന്നെ വിടുവിക്കുവാനും കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നും കഴിഞ്ഞില്ല. അതേ പൗത്രസിലൂടെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട്, രോഗങ്ങളുടെ വിടുതൽ കണ്ട്, ഹല്ലേലൂയ, അവന്റെ നിഴലെങ്കിലും തട്ടിയാൽ, ആ നിഴലെങ്കിലും, ഹല്ലേലൂയ, പ്രിയ അഭിഷക്തനെ, നിന്റെ നിഴലെങ്കിലും തട്ടിയാൽ എൻ്റെ പേരിരിക്കുന്ന ഈ ബാധ നീങ്ങിപ്പോകും. പ്രിയ അഭിഷക്തേ, നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ മേലിരിക്കുന്ന ഈ ബാധ അഴിഞ്ഞു പോകും. ആ നിഴലെങ്കിലും തട്ടിയാലെന്ന് പറഞ്ഞ് ആ നടന്നു വരുന്ന വഴിയിൽ കിടക്ക വിരിച്ച് രോഗികളെ കൊണ്ട് കിടത്തുവാൻ വിശ്വാസമാത് യേശുവിന്റെ പിന്നാലെ നടന്ന്, പത്രോസിന്റെ അടുത്തുള്ള വിശ്വാസമാ യേശുവിന്റെ പിന്നാലെ നടന്ന് യേശുവിന്റെ നാമമുള്ള അധികാരമുള്ള നാമം ഇരിക്കുന്ന പത്രോസിന്റെ അടുത്തുള്ള വിശ്വാസം, ഹല്ലേലൂയ, ആ നാമം ഇരിക്കുന്ന ആ നാമത്തിൽ നീ വിശ്വാസത്തോടെ അർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ അഴിയുക, ചില ബന്ധനങ്ങൾ അഴിയുക. പിശാച് ഇന്ന് വരെ കെട്ടിവച്ച് നീ നടക്കരുതെന്നും എഴുന്നേൽക്കരുതെന്നും ഭൗതികമായും ആത്മീകമായി നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ് പിശാച് കെട്ടിവെച്ച് നിന്റെ വളർച്ചയെ, നിന്റെ എഴുന്നേൽപ്പിന്മേലാ കുറച്ച് നാളുകളായി പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പുറത്തു വരുവാൻ കഴിയാതെ പല ശോധനകളിലൂടെ, പല കഷ്ടങ്ങളിലൂടെ നിന്നെ കടത്തിവിട്ട്, ചില പരിഹാസത്തിലൂടെയും ചില തള്ളപ്പെടലുകളിലൂടെയും നിന്നെ കടത്തിവിട്ട്, മാത്രമല്ല അവിടെ നീ ജയിച്ച് പുറത്തു വരുവാൻ നോക്കുമ്പോൾ ചില രോഗങ്ങളാൽ നിന്നെ തളർത്തി, ഒന്നിനുമേൽ ഒന്നായി, നുഖത്തിനു മേൽ നുഖമായി, കാളയുടെ കുറുക്കിന്മേൽ ഇരിക്കുന്ന ആ ഭാരം ഇരിക്കുന്നത് പോലെ നിനക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതെ നീ പലപ്പോഴും പറയുന്നുണ്ട്, യേശുവേ, ഞാനിന്ന് തീരുമാനമെടുത്തു, പക്ഷേ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ എപ്പോഴോ ആ തീരുമാനം നീ മറന്നു പോകുകയാ. ആ മറന്നു പോയത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുക, ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഉറപ്പിക്കുക. നീ മറന്നു പോകുന്നത്, നീ ബലഹീനപ്പെട്ടു പോകുന്നതിനകത്ത് പലപ്പോഴും എടുക്കുന്ന ഉറച്ച തീരുമാനമാ. പക്ഷേ നീ ലോകത്തോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തിലേയും കടന്നു പോകുമ്പോഴോ ആ തീരുമാനം വിട്ടു പോറുന്നു, ആ തീരുമാനത്തെ വിട്ട് നീ അകന്നു പോകുന്നു. പിശാചിന്റെ തന്ത്രമാ നിന്നെ വിട്ടകത്തുന്ന, നിന്നെ അഴിച്ചു മാറ്റുന്ന അതൊരു തന്ത്രമാ, പിശാചിന്റെ തന്ത്രമാ നിന്റെ മേൽ. ഒരു തന്ത്രമാ. നീ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി പിശാച് കൊണ്ടിരുന്ന ഒരു മറ പോലെ, പിശാച് കൊണ്ടുവയ്ക്കുന്ന ഒരു ഭാരമാ. പുറത്തു വന്നുവാൽ നിന്റെ മേലിരിക്കുന്ന ശുശ്രൂഷ പുറത്തു വരും. ഒരു ശുശ്രൂഷ പുറത്തു വരാതിരിക്കാൻ ആ ശുശ്രൂഷയ്ക്ക് മേൽ അതാ ആ പത്രോസിനെയും തള്ളിപ്പറയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ക്രൂശിലേക്ക് കൊണ്ടുപോയപ്പോൾ, ആ യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ 3 പ്രാവശ്യം ആ യേശുവിനെ തള്ളിപ്പറയുവാൻ തക്കവണ്ണം. പലപ്പോഴും നമ്മൾ അങ്ങനെയാ, പലപ്പോഴും നമ്മൾ ഒപ്പമുണ്ടെങ്കിലും പലപ്പോഴും യേശുവിനെ വിട്ടകന്ന് ചില കാര്യങ്ങൾ വേർപെട്ട് പോകുന്നത് പിശാചിന്റെ ഒരു തന്ത്രമാ. അതിനെ മനസ്സിലാക്കി നീ ഇന്ന് പ്രാർത്ഥിച്ച് ജയിച്ചോ. നീ ഇന്ന് അതിനെ ജയിക്കുവാൻ തയ്യാറെങ്കിൽ നിന്നിലുള്ള ശുശ്രൂഷ വെളിപ്പെടും. നിന്നിലുള്ള ശുശ്രൂഷ ആ രോഗത്തിൽ നീ കൽപ്പിക്കുമ്പോൾ ആ രോഗമഴിയും.
ആ രോഗത്തിന്മേൽ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നീ കൽപ്പിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, ആ യേശുവിൻ്റെ നാമത്തിൽ നീ ഏൽപ്പിക്കുമ്പോൾ റതലക്ഷാര ബലഹീനപ്പെട്ടത് ബലപ്പെടും, ബലഹീനപ്പെടുത്തിയത് ബലപ്പെടും. ഹല്ലേലൂയ. അതേ ആ പത്രോസ് ശുശ്രൂഷ ചെയ്തപ്പോൾ ഹല്ലേലൂയ, 1 2 3000-ഓളം പേർ സ്നാനമേറ്റെങ്കിൽ അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രമാത്രം മാനസാന്തരപ്പെടുത്തി ആ സ്നാനത്തിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷ അതേ തള്ളിപ്പറഞ്ഞ പത്രോസിലൂടെ വെളിപ്പെട്ടുവെങ്കിൽ നിന്നിലൂടെയും ഹല്ലേലൂയ, നിന്നിലൂടെ അത് വെളിപ്പെടുവാനുണ്ട്. അതിനായി തള്ളിപ്പറച്ചിലും ചിലപ്പോഴുള്ള നീക്കുപോക്കും. ഹല്ലേലൂയ. അതെ, തീർന്നില്ല. ഹല്ലേലൂയ. അവിടെയൊന്നും തീർന്നില്ല. രണ്ടാമത് പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ 5000 പേരാ സ്നാനമേറ്റേ. ഹല്ലേലൂയ. ചുമ്മാതൊന്നും പേർ സ്നാനമേൽക്കുന്നതല്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ആ വാക്കുകൾ എത്രത്തോളം ആ ഹൃദയങ്ങളെ തൊട്ടിട്ടുണ്ടാവണം. ആ വാക്കുകൾ നമ്മളെപ്പോഴാണ് സ്നാനമേൽക്കാൻ തീരുമാനമെടുക്കുന്നേ? നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മളിൽ വന്നുപോയ പിഴവുകൾ തിരിച്ചറിയുമ്പോഴാണ്. ഹല്ലേലൂയ. ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സ്നാനമെടുക്കാൻ തീരുമാനിക്കോ? ഇല്ല. ആഴത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ഹൃദയത്തിനകത്ത് ഇടപെടുമ്പോഴാണ് നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ആഴത്തിലുള്ള ആ പ്രവൃത്തി ഇടപെടുമ്പോൾ ഹല്ലേലൂയ, എപ്പോഴാ ശോധന വരിക? ഞാൻ കുറവുള്ളവനാ, എനിക്ക് ബലഹീനതകൾ വന്നുപോയി, ഞാൻ ബലം കുറവുള്ളവനാ. ആ പത്രോസ് താഴ്ത്തിയതുപോലെ, യേശുവേ ഞാൻ പാപിയാ, ഈ ലോകമായ പാപത്തിൽ ജീവിച്ചവനാ, ഈ പാപത്തിൽ മുങ്ങിയവനാ എന്ന് പറഞ്ഞ് ആ മുൻപിലേക്ക് ഒന്ന് ചാറതലഭൗഷസി സമർപ്പിക്കുമ്പോഴാ ആ മാനസാന്തരം വെളിപ്പെടുന്നേ. അങ്ങനെയെങ്കിൽ ആ ശുശ്രൂഷ, ആ ഹൃദലഭൗഷസി ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കുള്ള വിദ്യാഭ്യാസത്തെ പോലെയല്ല, നമുക്കിന്നുള്ള വിവരത്തെ പോലെയല്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, എന്ന് പറയാൻ സാമാന്യ വിവരങ്ങൾ പോലും ഇല്ലാത്ത, എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്ത ഒരു ലോകം അത്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് തല്ലുന്നത്, ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് അടികൂടുന്നത്, തള്ളിവിടുന്ന ആ ലോകത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ 5000 പേർ പുറത്തു വന്നുവെങ്കിൽ നിന്റെ നാവിന്മേലിരിക്കുന്ന നാമത്തിലൂടെയും ചിലർ പുറത്തു വരും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാവിന്മേൽ അധികാരമുള്ള നാമം വരുമ്പോൾ ഹല്ലേലൂയ. തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 8:26-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നു. ഫിലിപ്പോസിനെ. ഹല്ലേലൂയ. ഫിലിപ്പോസ് ആരാ? യേശുവിൻ്റെ പിന്നാലെ നടന്നവനാ, യേശുവിൻ്റെ പിന്നാലെ നടന്ന ഒരു ശിഷ്യനാ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഒരുവനാ പിന്നാലെ അല്ലെങ്കിൽ കൂടെ നടന്ന് ഫിലിപ്പോസിലൂടെ കന്ദക എന്ന രാജ്യത്തെ രാജ്ഞിയുടെ ഹല്ലേലൂയ ഷണ്ഡനും മേൽവിചാരകനുമായ റതലഭൗഷസി. ഒന്ന് ചിന്തിച്ച്, ഒരു രാജ്ഞിയുടെ മേൽവിചാരകൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ സകല സമ്പത്തുകളും അല്ലെങ്കിൽ രാജ്ഞിയുടെ സകല കാര്യങ്ങളും നോക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ഷണ്ഡൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, രൂപത്തിൽ കോമളമുള്ളവൻ, ഭംഗിയുള്ളവൻ, ബലവാൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കി, നമുക്ക് പോലും നിൽക്കുവാൻ പറ്റാത്ത സ്ഥലമാ അങ്ങനെ ഒരു വലിയൊരു സ്ഥലം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ എടുത്തോ അല്ലെങ്കിൽ CM എടുത്തോ പോയി നിൽക്കുന്നത് പോലെ. ഹല്ലേലൂയ. അത്രത്തോളം ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഫിലിപ്പോസിന് വചനത്തിലൂടെ ഉപദേശം നൽകുവാനും അങ്ങനെ ഒരു വ്യക്തിയെ സ്നാനമേൽപ്പിക്കുവാനും യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞുവെങ്കിൽ നീ പിന്നാലെ നടക്കുമ്പോൾ അന്ന് കണ്ട അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. യേശുവിൽ നടന്ന അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്നും അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല. അതേ പ്രിയ ജയമനെ, നമ്മളൊന്ന് താഴ്ത്തിയേ, ഒന്ന് സമർപ്പിച്ചേ, ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിയേ. ഹല്ലേലൂയ. യേശുവേ, എനിക്കിന്ന് അപ്പൻ്റെ കൂടെ നടക്കണം. ഞാനിന്ന് തീരുമാനത്തോടെ ആയിരിക്കുന്നു. യേശുവേ, അപ്പൻ്റെ പിന്നാലെ നടക്കുന്നവനായി
വച്ചടി അപ്പൻ ഒരു കാല് വെച്ച് മുൻപോട്ട് നടക്കുമ്പോൾ ഞാൻ ആ കാലിൻ്റെ പിന്നാലെ ഓരതല ഭൗഷസി ആ പാദം ചവിട്ടിയതിന് പിന്നാലെ ഹല്ലേലൂയ ആ ശിമയോൻ ആ ക്രൂശ് ചുമന്ന് ആ ക്രൂശിന് പിന്നാലെ യേശുവിന് ഒപ്പം നടന്നതുപോലെ യേശുവേ ഞാനും ആ ശിമയോനെ പോലെ ആയി വരുവാൻ തയ്യാറാ. ആ യേശുവേ ഞാനും സമർപ്പിക്കുവാൻ തയ്യാറാ. യേശുവേ പത്രോസിനെ പോലെ ഞാനും എൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ തയ്യാറാ. യേശുവേ സകല കുറവുകളും ഓറതല ഭൗഷസി ദീപൽ കടകര ബൗഡത്താരെ. ഹല്ലേലൂയ. യേശുവേ ഞാൻ ഏൽപ്പിക്കുന്നപ്പാ, ഒത്തിരി കുറവുകൾ വന്നു പോയി, ഒത്തിരി പാപങ്ങൾ ചെയ്തു പോയി, എന്നിൽ ഒത്തിരി പിഴവുകൾ ഉണ്ടായിപ്പോയി അപ്പാ. എങ്കിലും കർത്താവേ നീ എന്നെ കൈവിട്ടില്ല, നീ എന്നെ സ്നേഹിച്ചു. ഇന്ന് എന്നെ എങ്ങനെയൊക്കെ ആക്കി കർത്താവേ. ഇത്രത്തോളം സന്തോഷവും ഇത്രത്തോളം സമാധാനവും എനിക്ക് നൽകി. യേശുവേ ഞാനിന്ന് തീരുമാനത്തോടെ ആയിരിക്കുന്നു. യേശുവേ ഇന്ന് ഞാൻ അങ്ങയുടെ പിന്നാലെ നടക്കുവാനുള്ള ഓറതല ഭൗഷസി യേശുവേ അങ്ങയുടെ കൂടെ നടക്കുവാനുള്ള തീരുമാനത്തോടെ ആയിരിക്കുന്നു. സകല കണ്ണുകളും അടഞ്ഞാട്ടെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഓ നിങ്ങൾ ആ യേശുവിനെ കാണുവാൻ പോകുകയാ. നിന്റെ മുൻപിൽ നിൽക്കുന്ന ആ കോമള രൂപനായ ആ യേശുവിനും ദർശിക്കാൻ പോകുകയാ. റോദല ബൗഡക്ഷാര. സകല കുറവുകളും ഏൽപ്പിച്ചു പറഞ്ഞ് സകല നിന്നെ ബലപ്പെടുത്തി വയ്ക്കുന്ന സകല ബലങ്ങളെയും അഴിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ യേശു നീ റോദല ഭൗഷസി ആ യേശുവിനും നീ കാണുവാൻ പോകുകയാ. ഹല്ലേലൂയ. യേശു നിന്നിൽ പ്രവർത്തിക്കുവാൻ പോകുകയാ. ആ ശിഷ്യന്മാർ കണ്ട അത്ഭുതങ്ങൾ, ശിഷ്യന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, യേശുവിനോട് നടന്ന അത്ഭുതങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും നീ അത്ഭുതങ്ങൾ കാണുവാൻ പോകുകയാ. അതെ, ആ പിന്നാലെ നടന്ന് ആ ശിഷ്യന്മാർ പിന്നാലെ നടന്നതുപോലെ ചേർന്ന് നടന്നതുപോലെ അപ്പത്തെ വർദ്ധിച്ചവൻ കണ്ടവൻ, രോഗത്തെ മാറ്റിയത് കണ്ടവൻ, ഹല്ലേലൂയ, കണ്ണ് കണ്ടുടാത്ത കുരുടനെ നടത്തിയത് കണ്ടവൻ, മുടന്തനെ നടത്തിയവനെ കണ്ടവൻ, മരണത്തിൽ നിന്നും ജയിച്ചു വന്നവൻ, ഹല്ലേലൂയ, മരണത്തെ ജയിച്ച് യേശു നിന്റെ മുൻപിൽ നിൽക്കുകയാ. നിനക്ക് വേണ്ടി ശരീരം ആറതല ഭൗഷസി ദീപൽ കടകര ബൗഡത്താരെ ശരീരവും ആറാതലക്ഷാര ആ തലച്ചോറ് പോലും നിനക്ക് വേണ്ടി വേദനയാൽ സഹിച്ച യേശു നിന്റെ മുൻപിൽ നിൽക്കുകയാ. ആ യേശുവിൻ്റെ പിന്നിലാണ് നീ നിൽക്കുന്നേ. നിന്റെ അടി വാങ്ങുവാൻ, നീ കൊള്ളേണ്ട അടി വാങ്ങുവാൻ, ഓറതല പൗഡ, നീ കൊള്ളേണ്ട മുള്ളു കൊള്ളുവാൻ, നിനക്ക് വരേണ്ട പരിഹാസത്തെ വാങ്ങുവാൻ, നിനക്ക് വരുന്ന നിന്ദയെ ഏൽക്കുവാൻ നിന്റെ മുൻപിൽ യേശു നിൽക്കുകയാ. ആ യേശുവിൻ്റെ മുൻപിൽ നിന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ, ആ യേശുവിൻ്റെ മുൻപിൽ താഴ്ത്തി കൊടുത്താട്ടെ. നീ ആ യേശുവിനെ കാണുക, യേശു നിന്റെ മുൻപിൽ നിൽക്കുക. റദലക്ഷാര ഈവല ബൗഡവരന്തക്ഷാര വൈഡത്താര. യേശുവേ പ്രിയജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ, ഇത്രത്തോളം നിർത്തിയതിനായി സ്തോത്രം, ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ശിഷ്യന്മാരോട് നടന്നത് കർത്താവേ, എന്നും കർത്താവേ ദാസന്മാരോട് നടക്കുന്ന കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും തീരാതെ, ഹല്ലേലൂയ, ഞങ്ങളെന്ന് കർത്താവേ തീരുമാനമെടുത്ത് അങ്ങയുടെ പിന്നാലെ നടക്കുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ കൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. പ്രിയജനത്തെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തെ തന്നെ ആമേൻ. യേശുവേ വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.